അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായിട്ടുള്ള ഓവൽ ഓഫീസിലും വൈറ്റ് ഹൗസിലും നടന്ന മീറ്റിംഗ് അത് ടി വിയിൽ അതിൻ്റെ പ്രസ് കോൺഫറൻസ് നേരിട്ട് കാണിച്ചു, മീറ്റിങ്ങിൻ്റെ സംഭവം കാണിച്ചു. അതായത് ഹീറ്റഡ് ആർഗ്യുമെൻ്റ് ആയിരുന്നു. അതായത് അവസാനം ട്രംപ് തന്നെ ട്വീറ്റ് ചെയ്തു, വ്ളാദിമിർ സെലൻസ്കി ഉക്രൈനിയൻ പ്രസിഡന്റിന് ഈ വാർ നിർത്താനുള്ള താല്പര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും വരാം, സംസാരിക്കാം. ഇതിനകത്ത് ഓവൽ ഓഫീസിനെ അമേരിക്കയിൽ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് വ്ളാദിമിർ സെലൻസ്കി സംസാരിച്ചത്. ഒന്ന്. രണ്ടാമത്, പ്രസിഡന്റ് ട്രംപ് തന്നെ സെലൻസ്കിയോട് പറഞ്ഞു, മൂന്നാം ലോകമഹായുദ്ധത്തിലോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ ഇടവരികയില്ല. ഞങ്ങൾക്ക് ഉക്രൈനുമായിട്ടും റഷ്യയായിട്ടും ഒരേ രീതിയിലുള്ള ബന്ധമാണ്. ഒരു കാരണവശാലും വാർ കണ്ടിന്യൂ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. മൂന്നാമത്തെ പോയിന്റ്, ഉക്രൈന് താല്പര്യമില്ല, അമേരിക്ക ഇടപെടണം എങ്കിൽ പൂർണ്ണമായിട്ടും അമേരിക്ക പിന്മാറാൻ തയ്യാറാണ്. എന്നിട്ട് ട്രംപ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഇത്രയും നാളും ഉക്രൈനെ എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടും ആയുധങ്ങൾ കൊടുത്തും സഹായിച്ചത് അമേരിക്കയാണ്. അതുകൊണ്ട് താങ്കൾ അമേരിക്കയോട് നന്ദി ഉണ്ടായിരിക്കണം. ഇപ്പം ഇത് ലൈവായിട്ടുള്ള ഇവരുടെ പ്രസ് കോൺഫറൻസും ഇതിനെപ്പറ്റിയുള്ള ട്വീറ്റും എല്ലാം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്, അതായത് നിങ്ങൾ ആലോചിക്കുക, കഴിഞ്ഞ 4-5 ദിവസം കൊണ്ടുണ്ടായ മീറ്റിങ്ങുകൾ. ആദ്യം വരുന്ന ഇമാനുവൽ മാക്രോൺ, ഇതായിരുന്നു മെയിൻ ഇഷ്യൂ, ഉക്രൈൻ, യൂറോപ്യൻ സെക്യൂരിറ്റി ഇഷ്യൂ. അത് കഴിഞ്ഞ് കീർ സ്റ്റാർമർ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വരുന്നു. അതിനുശേഷം ഈ രണ്ടുപേരോടും, അതായത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററോടും ഇമാനുവൽ മാക്രോണിനോടും പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് യുക്രൈൻ ഇഷ്യൂ തന്നെയാണ്. അതിൻ്റെ കീർ സ്റ്റാർമർ പറഞ്ഞൊരു സംഭവമുണ്ട്, ബ്രിട്ടീഷ് ഫോഴ്സ് ഉക്രൈനിൽ പീസ് കീപ്പിംഗ് ഫോഴ്സായിട്ട് പോകാൻ തയ്യാറാണ്, പക്ഷേ അമേരിക്ക സപ്പോർട്ട് ചെയ്യണം. അപ്പം അതിന് ട്രംപ് പറഞ്ഞ മറുപടി, ആദ്യം ഡീലൊന്ന് സൈൻ ചെയ്ത ശേഷം എന്ത് രീതിയിലാണ് അതിന് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് അതനുസരിച്ച് ബ്രിട്ടനെ ആ രീതിയിൽ സഹായിക്കാം. ട്രംപിൻ്റെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, യൂറോപ്പിൻ്റെ സെക്യൂരിറ്റി യൂറോപ്പ് കൈകാര്യം ചെയ്യണം, നിങ്ങൾ യൂറോപ്പിൻ്റെ ഡിഫൻസ് ബജറ്റ് കൂട്ടണം. എപ്പോഴും അമേരിക്കയാണ് സഹായത്തിന് വരുന്നത്, ആ നിലപാടിൽ നിന്നും മാറണം. ഇനി ഞാൻ ഈ വീഡിയോ എല്ലാം കണ്ടിട്ട്, അതായത് അടിച്ചൊക്കെ പിരിഞ്ഞു. അതായത് സെലൻസ്കി വൈറ്റ് ഹൗസിൽ നിന്നും ഓവൽ ഓഫീസിൽ നിന്ന് ഇറങ്ങി കാറിൽ പോയി. അപ്പം ട്രംപ് തന്നെ പറഞ്ഞു, വ്ളാദിമിർ സെലൻസ്കി അദ്ദേഹത്തിന് ഈ വാർ നിർത്താനുള്ള താല്പര്യമില്ല, അതുകൊണ്ട് അയാൾക്കെന്നാണ് വാർ നിർത്താൻ താല്പര്യമുള്ള ആ സമയത്ത് വീണ്ടും തിരികെ വന്ന് സംസാരിക്കുകയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് തയ്യാറാണ് എന്ന രീതിയിലാണ് അവസാനം ട്രംപ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അത് ചിലപ്പം ഇതേപോലെയുള്ള ആർഗ്യുമെൻറ്റും പ്രശ്നങ്ങളും ഒക്കെ ചിലപ്പോൾ ലോകത്ത് ആദ്യം തന്നെ സംഭവിക്കുന്നതായിരിക്കും. കാരണം അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഓഫീസിലാണ് ആർഗ്യുമെൻറ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, ആദ്യം വ്ളാദിമിർ സെലൻസ്കി എന്ന് പറയുന്നത് വളരെ ഇമോഷണലായിട്ടാണ് കയറി വന്നിരിക്കുന്നത്. കാരണം 3ാമത്തെ വാർഷികമാണ് ഈ വാർ തുടങ്ങിയിട്ട്. അപ്പം സെലൻസ്കിയുടെ താല്പര്യം എന്ന് പറയുന്നത് അമേരിക്കയാണ് ഇതിനെല്ലാം കാരണം, അതുകൊണ്ട് അമേരിക്ക തന്നെ സെക്യൂരിറ്റി തരണം. ഇവിടെയാണ് സെലൻസ്കിക്ക് ഇത് ഡിപ്ലോമാറ്റിക് ഒരു വാർ നിർത്തണം. ഈ 2 രാജ്യങ്ങളുമാണ് പെട്ടുകിടക്കുന്നത്. ഏറ്റവും കൂടുതൽ പെട്ടുകിടക്കുന്നത് ഉക്രൈനാണ്. അവരുടെ ഇത്രമാത്രം പേരാണ് ഡിസ്പ്ലേസ്ഡ് ആയിരിക്കുന്നത്. അവർക്ക് ഏറ്റവും കൂടുതൽ ഏകദേശം 350 ബില്യന് മുകളിലുള്ള ഡോളറിൻ്റെ വെപ്പൺസ് കൊടുത്തിരിക്കുന്നത് അമേരിക്കയാണ്. അപ്പം ഒരു പോലീസ് സ്റ്റേഷനിൽ 2 കൂട്ടരെയും വിളിച്ച കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അപ്പോൾ ഇമോഷൻസ് ഒക്കെ വരാം. കാരണം വാർ എഫക്റ്റഡ് ആണ്, വലിയ പ്രശ്നങ്ങളുണ്ടായി, അവിടുത്തെ ജനങ്ങളുടെ കാര്യമുണ്ട്, ആ രാജ്യം നശിച്ചു. പക്ഷെ സെലൻസ്കി അവിടെ കാണിക്കേണ്ട മെച്യൂരിറ്റിയാണ്. അപ്പോൾ അയാൾ ആദ്യം മനസ്സിലാക്കേണ്ട, സംസാരിക്കുന്ന അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ച അമേരിക്കയുടെ പ്രസിഡൻ്റാണ് ഇരിക്കുന്നത്. ബൈഡനെ പോലെയോ അല്ലെങ്കിൽ ഒബാമയെ പോലെ മറ്റുള്ളൊരു പ്രസിഡൻ്റേ അല്ല ഇയാൾ വ്യത്യസ്തനാണ്. ഇയാൾ എന്താണുള്ളത് മുഖത്ത് നോക്കി പറയും. കാരണം ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപിന് ഈ പറയുന്ന ഡിപ്ലോമാറ്റിക് ടോക്സും ചിരിച്ചും കളിച്ചുള്ള പരിപാടിയൊന്നുമില്ല. എന്ത് വരുന്നു അപ്പോഴതൊക്കെ പറയും. കാരണം അത് അയാളുടെ നേച്ചറാണ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഈ ട്രംപുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഉക്രൈൻ പ്രസിഡന്റ് പാലിക്കേണ്ട ചില സംഭവങ്ങളുണ്ട്. ചില ആൾക്കാരുടെ നേച്ചർ മനസ്സിലാക്കുക.
അപ്പോൾ അവിടെ ഇങ്ങനെ പരസ്യമായിട്ട് പത്രസമ്മേളനവും മീറ്റിങ്ങും നടക്കുന്ന സമയത്ത് ഇയാൾ ഈ ചില പോയിന്റുകളൊക്കെ പലതും കീർ സ്റ്റാമർ ആണെങ്കിലും ഇമാനുവൽ മാക്രോൺ ആണെങ്കിലും ഉക്രൈൻ പ്രസിഡന്റിനോട് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക അവിടെ ഈ പണം അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട്. കാരണം അമേരിക്കൻ ടാക്സ് പേയേഴ്സിൻ്റെ പണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അതായത് ഉക്രൈനിന് കൊടുത്തിരിക്കുന്നത്. അത് തിരിച്ചു കിട്ടണം. അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻ്റ് അവിടെ ചെയ്യും. ആ ഉക്രൈൻ രാജ്യത്തെ മാറ്റും. ഉക്രൈനെ റീബിൽഡ് ചെയ്യും. ആ ലാഭത്തിൻ്റെ 50% ഉക്രൈനായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു രാജ്യത്ത് അത് ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കേണ്ടതാണ്. അതായത് ഉക്രൈൻ പ്രസിഡൻ്റാണ് എൻ്റെ അഭിപ്രായത്തിൽ ബ്ലണ്ടർ കാണിച്ചിരിക്കുന്നത്. അപ്പം അവരാണ് സൂപ്പർ പവർ, അവരാണിത് നിയന്ത്രിക്കുന്നത്. അപ്പോഴും ഈ ട്രംപ് പറയുന്നൊരു കാര്യമുണ്ട്, ഒബാമയ്ക്കും ബൈഡനും റഷ്യ കൊടുത്ത് ഉറപ്പല്ല എനിക്ക് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ആ രീതി നിങ്ങൾ എന്നെ കാണരുത് എന്ന് സെലൻസ്കിയോട് പറയുന്നുണ്ട്. ഞാനാണ് ഈ സീസ് ഫയർ അമേരിക്ക, അതായത് ട്രംപാണ് ഈ സീസ് ഫയർ എഗ്രിമെൻറ്റ് അമേരിക്കയുമായിട്ട് ഉക്രൈനുമായിട്ട് ഉണ്ടാക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ ഇവിടെയാണ് ബേസിക്കലി വ്ളാദിമിർ സെലൻസ്കിക്ക് പലതും തെറ്റിയത്. കാരണം അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻ്റ് അവിടെ വരുമോ? അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ അസറ്റിന് സെക്യൂരിറ്റി കൊടുക്കുന്നത് അമേരിക്കൻ ഫോഴ്സാണ്. കാരണം ഇയാൾ ഭയങ്കര ഇമ്മച്ചുവറായിട്ടാണ്, ഇമോഷണലിയാണ് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ആ ലൈവായിട്ട് സംഭവങ്ങളെല്ലാം കാണുമ്പോഴേക്കും മനസ്സിലാകുന്നത് ഉക്രൈൻ പ്രസിഡന്റ് നല്ലപോലെ കൗൺസിലിംഗ് ആവശ്യമാണ്. കാരണം ഒന്നാമത് ട്രംപാണ്, ഈ പറയുന്ന പോലെ ചിരിച്ച് കളിച്ച് പോകുന്ന വായി തോന്നുന്നു വിളിച്ച് പറയുന്ന ആളാണ്. പക്ഷേ അയാൾ ഈ പറയുന്നതിൻ്റെ അകത്തും പല കാര്യങ്ങളുണ്ട്. കാരണം അവിടെ ഇപ്പോഴത്തെ ആവശ്യമെന്ന് പറഞ്ഞാൽ മാറി നിർത്തുകയാണ്. ഇതിനകത്ത് ഉക്രൈൻ ജയിക്കണോ റഷ്യ ജയിക്കണോ എന്നൊന്നുമല്ല തീരുമാനം ഉണ്ടാകുന്നത്. വാറ് തൽക്കാലം നിൽക്കുക, മനുഷ്യനെ കൊല്ലുന്ന സംഭവം മാറ്റുക, പിന്നീട് അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കുക. എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അമേരിക്കയുടെ ചില ഡിമാൻഡുണ്ട്, കച്ചവടമാണ്, ബിസിനസ്സാണ്, അമേരിക്കയ്ക്ക് ആ തിരികെ പണം കിട്ടണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീൽ സൈൻ ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, മിനറൽസും ഈ LNG ക്രൂഡ് ഓയിലുമായിട്ട്. കാരണം അതിനെപ്പറ്റിയും പല പത്രങ്ങൾ പറഞ്ഞു സൈൻ ചെയ്ത്, ചിലത് പറഞ്ഞു ചെയ്തില്ല എന്ന് പറയുന്നു. പക്ഷേ സംഭവം അടിച്ചങ്ങ് പിരിഞ്ഞു. ചിലപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല ഏതെങ്കിലും രണ്ട് രാജ്യത്തിലെ തലവന്മാർ ഇതേപോലെ ലൈവായിട്ട് ഷോ അടിച്ച് പിരിയുന്നത്. ഇതുണ്ടായിരിക്കുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് വ്ളാദിമിർ സെലൻസ്കി എന്ന് പറയുന്നത് കുറച്ചുകൂടെ മെച്ചുവർ ആയിരിക്കണം, ഇമോഷണലായിട്ടല്ല ഇത് കാണേണ്ടത്. ഇത് ആമിക്കബിളായിട്ടൊരു സൊല്യൂഷൻ അമേരിക്ക മീഡിയേറ്റ് ചെയ്താലേ നടക്കുകയുള്ളൂ. മറ്റുള്ള ഒരു യൂറോപ്യൻ രാജ്യവും റഷ്യയുമായിട്ട് മീഡിയേറ്റ് ചെയ്താൽ റഷ്യ കേൾക്കില്ല. റഷ്യയ്ക്ക് ആകെ പേടി അമേരിക്കയോട് മാത്രമേ ഉള്ളൂ. അപ്പം ഇതെങ്ങനെയെങ്കിലും നടന്നിട്ട് ബാക്കിയുള്ള ഫർദർ കാര്യങ്ങൾ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുക. ആദ്യം ഒരു സീസ് ഫയർ വരട്ടെ, അതിനുശേഷം ഫർദർ നെഗോഷിയേറ്റ് ചെയ്തിട്ട് എന്താണ് ഉക്രൈൻ്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അമേരിക്കയുമായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്താണ് തീരുമാനിക്കേണ്ടത്. പെട്ടെന്ന് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നാൽ റഷ്യ എന്ന് പറയുന്നത് ഈ ഡീലിൽ നിന്ന് പിന്മാറിപ്പോവും. എൻ്റെ ഒരു അസസ്മെൻ്റാണ്. അപ്പം അതിനേക്കാളുപരി ബേസിക്കലി ഇവിടെ തെറ്റുപറ്റിയിരിക്കുന്ന ഉക്രൈൻ പ്രസിഡന്റിനാണ്, അവരുടെ ടീമിനാണ്. അവരുദ്ദേശിക്കുന്ന ഇമോഷണലി അമേരിക്ക ഇഷ്യൂ എടുക്കും. പക്ഷെ അമേരിക്ക ഇമോഷണലി ആ ഇഷ്യൂ എടുക്കത്തില്ല. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടി കൊടുത്ത എലക്ഷൻ വാഗ്ദാനമാണ് പീസ്ഫുള്ളായിട്ട് വാർ നിർത്തും, അതിനകത്ത് ആരെയും ശത്രുക്കളായിട്ട് കാണുന്നില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി വരാനുള്ള നല്ല ദിവസങ്ങൾ അമേരിക്കൻ ബിസിനസ് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം സെയിം എന്ന് പറയുന്നത്. കാരണം ടാക്സ് പേയേഴ്സിന് പണം തിരിച്ചു കൊടുക്കണം, അമേരിക്കൻ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം, ഉക്രൈനിലുള്ള മിനറൽസ് അമേരിക്കയ്ക്ക് വേണം. അപ്പോൾ അത് അൺടാപ്ഡ് ആണ് ഈ ബേസിക്കലി, അത് ആരും ടാപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ പാളിച്ച ഉണ്ടായേക്കുന്നത് ഉക്രൈനിയൻ പ്രസിഡന്റിന് തന്നെയാണ്. അത് അയാൾ അറിഞ്ഞ് പ്രവർത്തിക്കും. വീണ്ടും അത് സമ്മതിച്ച് തിരികെ പോയി അവിടെ പ്രസിഡന്റ് ട്രംപുമായിട്ട് ഒരു ധാരണയിലായിട്ട് സീസ് ഫയർ ഉണ്ടാക്കാനാണ് ഉക്രൈൻ പ്രസിഡന്റ് ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ അയാൾ കാണിക്കുന്നത് ഭൂലോക ബ്ലണ്ടറായിരിക്കും. കാരണം വീണ്ടും കൂടുതൽ ആളുകൾ മരിക്കാനും കൊല്ലപ്പെടാനുമുള്ള സാധ്യത കൂടുതലാണ്.